ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച ഉടൻ തന്നെ എനിക്ക് തോന്നുന്നു 9 മണിയോട് കൂടിയാണ് ആ പ്രഭാത ഭക്ഷണവും കൂടിക്കാഴ്ചയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന്. വയനാട് ദുരിതാശ്വാസ പാക്കേജിലെ കേരളത്തിന്റെ പരാതികൾ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതിയൊക്കെ ചർച്ചയാകും. നമ്മുടെ ഒരു പിടി ആവശ്യങ്ങളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണുന്നത്. കഴിഞ്ഞ ദിവസം KV തോമസ് നിർമ്മലാ സീതാരാമനുമായി ചർച്ചകളൊക്കെ നടത്തിയതാണ്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച എന്നുള്ളതും ആണ് ശ്രദ്ധേയം. അപ്പോൾ നമുക്കൊപ്പം ശരത് ലാൽ ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ശരത് ലാൽ, അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടക്കുമെന്ന് മനസ്സിലാക്കുന്നു കേരള ഹൗസിൽ. അപ്പോൾ ഈ കൂടിക്കാഴ്ച അല്പസമയത്തിനും നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മളെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു പിടി ആവശ്യങ്ങളുണ്ട്. വയനാട് പുനരധിവാസമാകട്ടെ, ഈ GST ആകട്ടെ തുടങ്ങി ഒരു പിടി ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഇന്നലത്തെ ഉപധനാഭ്യർത്ഥനയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വാക്കുകളൊക്കെ അനുസരിച്ച് കേരളത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. പ്രത്യേകിച്ച് ഈ കണ്ണൂർ വിമാനത്താവളവും ഒപ്പം വിഴിഞ്ഞം പദ്ധതിയൊക്കെ പോയിന്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അപ്പോൾ ഇന്നിപ്പോൾ കേരളം എന്തൊക്കെ ആവശ്യങ്ങളാകും ധനമന്ത്രിക്ക് മുന്നിൽ വയ്ക്കുക? എപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഔട്ട്കം? ശരത്ത്, ഗുഡ് മോർണിംഗ്. സീതലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിൽ ഇപ്പോൾ 9 മണിക്കാണ് നിർമ്മലാ സീതാരാമൻ വരുന്നത്. ഇതിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ പോവേണ്ടുന്ന ഗവർണറും കേരള ഗവർണറും ഈ പ്രാതൽ ചർച്ചയിൽ പങ്കാളിയാവുന്നുണ്ട്. അദ്ദേഹം അരമണിക്കൂർ നേരം ഈ ചർച്ചയിൽ പങ്കാളിയാവുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ ഗവർണറും ഈ പ്രാതൽ ഭക്ഷണ ചർച്ചയിൽ കേരള മുഖ്യമന്ത്രി ഒരുക്കുന്ന ഭക്ഷണ ചർച്ചയിലുണ്ടായി. 9 മണിക്കാണ് നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലേക്ക് എത്തുക. ഈ കൊച്ചിൻ ഹൗസിലെ മുഖ്യമന്ത്രിയുടെയും ഗവർണറെയും ഇടയ്ക്കാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉച്ചഭക്ഷണത്തിൽ അവർ വെജിറ്റേറിയനാണ്. അതുപോലെ കേരളത്തിൻ്റെ വിഭവങ്ങൾ തന്നെ അപ്പവും അതുപോലെ തന്നെ ഇഷ്ടവും അടക്കമുള്ള വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അതിലുപരിയായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം ഊഴത്തിൽ, അതായത് നിർമ്മലാ സീതാരാമൻ രണ്ടാമത് ധനമന്ത്രി ആകുന്ന അവസരത്തിലേക്ക് ആദ്യമായിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ, കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർമ്മലാ സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ആദ്യം എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ആവശ്യങ്ങളിൽ തീർപ്പാകുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പതിവിന് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ സൗഹൃദ ഹസ്തം നീട്ടുന്നു എന്നുള്ള വളരെ വലിയ ഒരു സൂചനയാണ് നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിൽ എത്തുന്നു മുഖ്യമന്ത്രിയായി ചർച്ച നടത്തുന്നു എന്നത്. അതിലുപരി കേരള ഗവർണർ ആ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നു എന്നത്, ആ ചർച്ചയിലെ പ്രാതൽ വിരുന്നിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്, അതൊക്കെ നമ്മൾ കൂടുമ്പോൾ ഒരു പോസിറ്റീവായ ഒരു ശുഭസൂചനയായി നമുക്ക് ഈ ചർച്ചയെ കരുതാം. കേരളത്തിനെ സംബന്ധിച്ചോളം 3 പ്രധാന പദ്ധതികളാണ് കേരളത്തിന് മുമ്പിലുള്ളത്. ഒന്ന് അതിവേഗ റെയിൽവേ, അത് കേന്ദ്ര സാമ്പത്തികകാര്യ ഉപസമിതിയുടെ മുമ്പിലുണ്ട്. അത് നിർമ്മലാ സീതാരാമൻ അത് ഒന്ന് പുഷ് ചെയ്താൽ ആ കാര്യങ്ങളിൽ കേരളത്തിന് ഗുണമാവും. അതേപോലെ തന്നെ വയനാട്ടിലെ 50 വർഷത്തിന് ശേഷം തിരിച്ചടക്കുന്ന ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിർമ്മലാ സീതാരാമന് കഴിയും. അതേപോലെ GST ലഭിക്കാനുള്ള കേരളത്തിൻ്റെ കടപരിധി ഉയർത്തൽ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ഏതായാലും സൗഹൃദമായൊരു ചർച്ചയായതിനാൽ കേരളത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെ പറയാം. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു പ്രശ്നം. വിഴിഞ്ഞം പദ്ധതിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ആദ്യത്തെ പ്രൈവറ്റ് പോർട്ടാണ്. പ്രൈവറ്റ് പോർട്ടിലേക്ക് വയബിലിറ്റി ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. മറ്റ് പോർട്ടുകളിലൊക്കെ സേതുലക്ഷ്മി കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് തൂത്തുക്കുടിയൊക്കെ എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം കേരളം എന്തൊക്കെ ആവശ്യങ്ങളാവും മുന്നോട്ട് വയ്ക്കുക, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം.